ഹായ് ഓൾ, വെൽക്കം ടു എജുബി. 2025 റെയിൽവേയുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എന്തൊക്കെയാണ് സിലബസ്, അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഈ പറഞ്ഞ ഏജ് ലിമിറ്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളതുണ്ടാവും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ നിങ്ങളുടെ അറിയിക്കാണ്ട്, ഈ ഒരു വീഡിയോ, ഈ 2025 ALPയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സ്പെഷ്യലായിട്ടൊരു വീഡിയോ. എന്തുകൊണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഈ പറഞ്ഞ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എൻ്റെ കൂടെ ഇപ്പോൾ ഒരു ടീമുണ്ട്. ഈ ടീമിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ 2024 ALPയുടെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് 100% സക്സസ് റേറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ പഠിച്ച എല്ലാ കുട്ടികളും പ്രിലിംസ് പാസ്സായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളായിട്ടാണ് മെയിൻസ് CBT 2 എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, പല എക്സാമുകളും എല്ലാ എക്സാമും മാറ്റി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ തന്നെ കുട്ടികൾ ടയർ 2 എഴുതിയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്തയും കൂടെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയണമെന്നുണ്ട്. കാരണം നമ്മൾ ഈ 2024 നമ്മളിത് കോച്ചിങ് കൊടുത്ത സമയത്ത് അന്നൊക്കെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ എൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വെൽവിഷേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. കാരണം നമ്മുടെ ഇവിടെ പഠിച്ച് കേരളത്തിലെ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇങ്ങനെ ധൈര്യത്തോടെ ഒന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇവിടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്ത് മാജിക് ആണെന്നുള്ളതൊക്കെ നമുക്ക് ഒരു ട്രേഡ് സീക്രട്ടാണ്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ അത് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകും സിലബസിൻ്റെ പറയണ സമയത്ത്. നമുക്ക് നോട്ടിഫിക്കേഷനിലിട്ട് വരാം. ഈ പറഞ്ഞ 2025 നോട്ടിഫിക്കേഷനിനകത്ത് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പോവാം. ആദ്യം അറിയേണ്ടത് ഇത് എന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്നോട്ട്. അത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ 12-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ. അതായത് ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12-ാം തീയതിയാണ്, 12 ഏപ്രിലാണ്. അപ്പോൾ ഇന്ന് തന്നെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. 12-ാം തീയതി തന്നെയാണ് സ്റ്റാർട്ട് ആവുന്നത്. എന്ന് വരെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ 11/5/2025 മെയ് 11 വരെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ കാലയളവെന്ന് പറയുന്നത്. ഈ ഡേറ്റ് വരെ ഉള്ളവർക്ക് ഈ ഡേറ്റ് വരെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഈ ഡേറ്റ് മാത്രം എഴുതിയിട്ടെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു കോളത്തിനകത്ത് നിങ്ങൾ ഈ ഡേറ്റ് മാത്രം ഓർത്തിരുന്നാലും മതി. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാർ ഇന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യണമെന്നില്ല. അവരെന്താ വെച്ചാൽ വെയിറ്റ് ചെയ്ത് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ആൾക്കാർ മെജോറിറ്റിയാണ്. അവരുടെ മനസ്സിൽ തറക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ട് മെയ് 11-ാം തീയതിയാണ് ഈ പറഞ്ഞ ALPൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് 14 തൊട്ട് 23 മെയ് വരെ അവർക്ക് കറക്ഷൻ വിൻഡോ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ട്, അതായത് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കറക്ഷൻ വിൻഡോ 23 വരെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അങ്ങോട്ട് നോട്ടിഫിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട മറ്റൊരു കാര്യം, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 9,970 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട്. ഇപ്പോൾ SSC ആയാലും റെയിൽവേ ആണെങ്കിലും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇനീഷ്യലി വരുന്ന വേക്കൻസികളല്ല പിന്നീട് അങ്ങോട്ട് വരിക. ഇങ്ങനെ പോയാലും വേക്കൻസികൾ ഇൻക്രീസ് ആവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ വരും, ഈ പറഞ്ഞ ALPയുടെ വേക്കൻസി ഇത്ര വേക്കൻസിയോട് ഇൻക്രീസ് ആയി എന്നുള്ളതൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം. നിലവിൽ 10,000-നകത്തുള്ള വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നമുക്കുള്ളൊരു സംശയമാണ് ഈ പറഞ്ഞ ഏജ് എന്ന് പറയുന്നത്. ഏജ് 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ റെഫറൻസ് ഡേറ്റ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നത് 1/7/2025 ഈ പറഞ്ഞ റെഫറൻസ് ഡേറ്റ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ 18-നും 30-നും ഇടയ്ക്ക് ആകുന്ന ആൾക്കാർക്ക് ആർക്ക് വേണോ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. പിന്നീട് നിങ്ങൾ മുന്നേ ഉള്ള വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 33 വയസ്സ് വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ ALPയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അത് എന്തുകൊണ്ട് 30? കഴിഞ്ഞ പ്രാവശ്യം ഒരു കോവിഡ് സിനാരിയോ കാരണമുള്ള ഒരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഒരു 3 വർഷം കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എന്ത് ചെയ്തു, ആ റിലാക്സേഷൻ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇപ്രാവശ്യം 30 വരെയാണ് അവർ ഏജ് ലിമിറ്റ് പ്രഖ്യാപിച്ചത്. പിന്നെ ഇനി OBC-ക്കാർക്ക് 3 വർഷവും SC/ST-ക്കാർക്ക് 5 വർഷവും റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. പിന്നീട് നമുക്ക് അറിയേണ്ട കാര്യം,
പിന്നെ പേ സ്കെയിലൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 പേ സ്കെയിലാണ്, ഇനിഷ്യൽ പേ എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ALP ആയിട്ട് കയറുന്ന ആൾക്ക് മിനിമം 50+ സ്റ്റാർട്ടിങ് സാലറി മിനിമം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതലേ കിട്ടുള്ളൂ എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. പിന്നീട് നമുക്ക് നോക്കേണ്ടതായിട്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ. എന്താണ് ALP അപ്ലൈ ചെയ്യേണ്ട ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ. ഇത് സ്ട്രിക്ട്ലി ഒരു ടെക്നിക്കൽ ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ പറഞ്ഞ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, അതായത് BTech, ഡിപ്ലോമ, IT അങ്ങനത്തുള്ള ടെക്നിക്കലി പഠിച്ച ആൾക്കാർക്ക് ഇപ്പം ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. BTech, ഡിപ്ലോമ പോലുള്ള ടെക്നിക്കൽ കോഴ്സുകൾ പഠിച്ച ആൾക്കാർക്കാണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അടുത്തിനി ഫീസ് എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 500 രൂപയാണ് ഒരു നോർമൽ കാൻഡിഡേറ്റിന് ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ഫീസായിട്ട് 500 രൂപ നമ്മൾ കൊടുക്കണം. അതിനകത്ത് ഇവർ 400 രൂപ തിരിച്ചു തരും. എപ്പോൾ തിരിച്ചു തരും എന്ന് വെച്ചാൽ നിങ്ങൾ CBT 1 എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ 400 രൂപ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ അങ്ങോട്ട് അയച്ചത് അത് അവർ തിരിച്ച് റീഫണ്ട് ചെയ്യും. അതായത് 100 രൂപ എടുത്തിട്ട് ബാക്കി 400 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യും. പിന്നെ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. SC/ST കാർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 250 ആണ്. അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് 250 രൂപയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് ആപ്ലിക്കേഷൻ ഫീസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേറെ കൂടെ പറയാനുണ്ട്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം നിങ്ങൾ ALP ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും SSCയുടെ എക്സാം, CGL ആണെങ്കിലും CHSL ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ നോട്ടിഫിക്കേഷൻസ് കുറേ നോംസ് പറഞ്ഞിട്ടുണ്ട്. അതായത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മിക്ക കുട്ടികളും വരുന്ന ഒരു ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സിഗ്നേച്ചറിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ സിഗ്നേച്ചർ നമ്മളൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ ALPയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു നോമുണ്ട്, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെന്നുകൊണ്ട് മാത്രമേ ഒപ്പിട്ട് അയക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇവർ എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയി, ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, അക്ഷയ സെൻറ്ററിൽ പോയി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ല വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട, നമ്മൾ എപ്പോഴും ബ്ലാക്ക് മഷി പേന കൊണ്ട് ഒപ്പിട്ടതിന് ശേഷം നമ്മൾ അയക്കാൻ പാടുള്ളൂ. ഒരുപക്ഷെ നമ്മളെ കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ ബ്ലൂ പെന്നായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ സിഗ്നേച്ചർ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേജ്. എത്ര സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ ഈ എക്സാം കടന്നു പോകുന്നത്? ഒരു വ്യത്യാസമില്ല, കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെയാണ്. ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു CBATS ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഉദ്യോഗാർത്ഥി കടന്നു പോകേണ്ടതായിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറഞ്ഞ സിലബസ് നമുക്ക് വ്യക്തമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ്? CBT 1ന്റെ സിലബസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ ഡ്യൂറേഷൻ വന്നിട്ട് 60 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന്. അതായത് 1 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചാൽ 75 ക്വസ്റ്റ്യൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് 1 മണിക്കൂറിൽ 75 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക്, 3 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് കുറയും. 1/3 റോങ് ആൻസേഴ്സിനും കൂടെ പോകും. അതായത് നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി CBT 2 നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അല്ല, CBT 1ന്റെ സിലബസ്. ഓക്കെ, സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞില്ല, നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സിലബസ്. ഇനി സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ ഒരു ഫസ്റ്റ് വ്യൂ എന്ന രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളത്. ഇപ്പം കണ്ടത് വെച്ചിട്ട് ഇപ്പം നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഓക്കെ, അരിത്തമെറ്റിക് പ്ലസ് അഡ്വാൻസ് എന്നുള്ള രീതി തന്നെയാണ് ഇപ്രാവശ്യവും ഒരു സിലബസ് കൊടുത്തിട്ടുള്ളത്. അരിത്തമെറ്റിക് ആയിട്ടുള്ള പോർഷൻസും ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജോമെട്രി, അതുപോലെ തന്നെ ആൾജിബ്ര, ട്രിഗ്നോമെട്രി കാര്യങ്ങളൊക്കെ അവർ ഇപ്രാവശ്യവും ഇതുവരെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാത്സിൻ്റെ കേസിൽ നോ ചേഞ്ച്. ഇനി മെൻ്റൽ എബിലിറ്റി ആണെങ്കിലും അനലോഗി, ആൽഫബറ്റി, നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻസ്, സിലോജിസംസ്, വെൻ ഡയഗ്രാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡയറക്ഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിലൊന്നും വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ഇനി വരുന്ന ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും.
ഓഫ് കോഴ്സ് വേറെ ചേഞ്ച് ആയിട്ട് ഒന്നും തന്നെ ഇപ്പം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 2024 അപ്ലൈ ചെയ്ത ആൾക്കാർക്ക്, പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതുപോലെ തന്നെ പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും ഈ പറഞ്ഞ 2025 എക്സാം എന്ന് പറയുന്നതും. നമുക്ക് ഇതിനകത്ത് മെയിൻലി നമുക്ക് പഠിക്കേണ്ട, ഇതിങ്ങനെ വലുതായിട്ട് കിടക്കുന്നത് നിങ്ങൾ പേടിക്കണ്ട. ഇതിനകത്ത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പം 3 ടോപ്പിക്കുകളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് മാത്സ്, പിന്നൊന്ന് റീസണിങ്, പിന്നെ ഒന്ന് GK അല്ലെങ്കിൽ GS എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പം ഈ പറഞ്ഞ GK സെഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സയൻസ് ഏരിയയിലോട്ടാണ്. സയൻസ് ഏരിയയിലോട്ടായിരിക്കും റെയിൽവേ എക്സാംസുകൾക്ക് GKയിലും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, പിന്നെ മാത്സ് ഏരിയ, റീസണിങ് ഏരിയ. ഇത്രയാണ് നിങ്ങളുടെ ഓവറോൾ സിലബസ് എന്ന് പറഞ്ഞാൽ. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതിയാവും. പിന്നീട് നമ്മൾ CBT 2ലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ ടെക്നിക്കൽ സാധനങ്ങളൂടെ കയറി വരും. ഇപ്പോൾ CBT 1 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള പേപ്പേഴ്സ് ഒന്നും അതിനകത്തില്ല. ഞാൻ ഈ പറഞ്ഞ മാത്സ്, റീസണിങ്, ഈ പറഞ്ഞ GK കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ CBT 2ലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ടെക്നിക്കൽ കാര്യങ്ങൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം CBT 2ൽ എന്തൊക്കെയാണ് വരുന്നത്. CBT 2ൽ അവർ പറയുന്നുണ്ട് പാർട്ട് എയും പാർട്ട് ബിയും എന്ന് പറഞ്ഞൊരു പോർഷൻസ് ഉണ്ട്. അതായത് പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. ഇതിൽ പാർട്ട് എയുടെ മാർക്കാണ് നമ്മുടെ ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ റാങ്ക് നിർണ്ണയിക്കാൻ വേണ്ടി എടുക്കുന്നത്. പാർട്ട് ബി അപ്പോൾ എന്തിനാ, ഇറ്റ്സ് എ ക്വാളിഫയിങ് എക്സാം. അതായത് പാർട്ട് ബി ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഈ എക്സാം നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. ഇതിന് നമ്മളൊരു 35% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമ്മുടെ പേപ്പർ അവർ വെരിഫൈ ചെയ്യൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ മനസ്സിലായി. നമുക്ക് പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് ബിക്ക് നമ്മൾ 35%, ഇപ്പം 100 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 35 മാർക്ക് വാങ്ങിച്ച് അത് ക്വാളിഫൈ ആവണം. ഇനി 35 എന്നുള്ളത് നമ്മൾ 99 വാങ്ങിച്ചിട്ടും കാര്യമില്ല. 36 വാങ്ങിച്ചാൽ നമ്മൾ ക്വാളിഫൈ ആയി. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത് നമ്മൾ പേപ്പർ പാർട്ട് എ നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ പാർട്ട് എ എന്ന് പറഞ്ഞൊരു പോർഷനാണ്. നമുക്ക് നോക്കാം എന്താണ് ഒരു പാർട്ട് എയും പാർട്ട് ബിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് എയിലെ 90 മിനിറ്റ്സും 100 ക്വസ്റ്റ്യൻസും, അതായത് 1.5 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദ്യമുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ബിയിലാണെങ്കിൽ 60 മിനിറ്റ്സ് 75 ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിൽ 1 മണിക്കൂറും 75 ചോദ്യങ്ങളും. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 35% മാർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കമ്മ്യൂണിറ്റി. ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളായാലും എന്ത് ചെയ്യണം, 35% മാർക്ക് മസ്റ്റായിട്ട് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ശരി, അടുത്തതിലോട്ട് പോവാം. പാർട്ട് എയുടെ സിലബസ് എന്താണ്? ഈ പറഞ്ഞ CBT 2ൽ പാർട്ട് എയുടെ സിലബസ് മാത്സ്, അതുപോലെ റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഞാൻ പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ടെക്നിക്കൽ പാർട്ടിന്റെ തുടക്കം. ഫസ്റ്റ് CBT 1ൽ നമ്മൾ ടെക്നിക്കൽ പാർട്ട് കണ്ടിട്ടില്ല. CBT 2ലേക്ക് വരുമ്പം ഇവിടെയാണ് നമ്മുടെ ടെക്നിക്കലി നമ്മൾ എത്രത്തോളം നോളജബിൾ ആണെന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്യുവർലി ടെക്നിക്കലാണ്. നമ്മൾ ഏത് ട്രേഡാണോ സെലക്ട് ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഈ പാർട്ട് ബി ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് എയിൽ നമ്മൾ CBT 1ൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഈ പറഞ്ഞ CBT 2ൽ പാർട്ട് എയിൽ വരുന്നത്. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡിസിപ്ലിൻ, അവിടെ എന്ത് പഠിച്ചോ അത് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പാർട്ട് എയിലും പഠിക്കുന്നത്. ഇപ്പം നമ്മളെ കുട്ടികൾ എന്തുകൊണ്ട് പാസ്സായി, നമ്മളെന്തെങ്കിലും പ്രത്യേകം മാജിക് കാണിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഇത്രേ ഉള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ പഠിപ്പിച്ചു, അടിച്ചു തന്നെ പഠിപ്പിച്ചു എന്നാണെങ്കിൽ പറയാം. കുത്തിയിരുന്ന് അവരെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഈ പറഞ്ഞ മാത്സ് ആണെങ്കിലും മാത്സിന് തന്നെ അവരെത്ര വർഷത്തെ PYQs ചെയ്തെന്ന് എനിക്ക് പോലും ഐഡിയ ഇല്ല. നല്ല രീതിയിൽ PYQs കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരെ കൊണ്ട് സ്ട്രിക്ട്ലി ഒരു ടോപ്പിക്കിൻ്റെ ഞാനൊരു മിനിമം ഒരു 150 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു ടോപ്പിക്കിൽ അവർ കവർ ചെയ്തിട്ടുണ്ടോ. ഒരു ടോപ്പിക്കിൽ 150+ ക്വസ്റ്റ്യൻസ് എങ്കിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചവരാ. അല്ലാതെ ഇതിൽ വലിയ സീക്രട്ടോ ഈ പറഞ്ഞ വലിയ ആനക്കാര്യമൊന്നും അല്ലത്. ഈ പറഞ്ഞ പ്രാക്ടീസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് നല്ല നല്ല ക്ലാസ്സുകൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കിൻ്റെയും നമ്മൾ എടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില
ഇപ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് പറയില്ല, മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും GKs ഒക്കെ പലതും വീക്കായിരിക്കും. ഇപ്പം മാത്സ് ഒക്കെ ഒരു ആവറേജ് കാര്യങ്ങളൊക്കെ പോവുമെങ്കിലും GKs മേ ബി ചിലയിടത്ത് വീക്ക് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ GK സെഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തത് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ GK നമ്മളൊരു 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ പറഞ്ഞ ഇവിടെ കോച്ചിങ്ങിന് വരുന്ന കുട്ടികളുടെ GK സെഷൻസിനകത്ത് നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒന്ന് ഹൈ ഏരിയയും പിന്നൊന്ന് ലോ ഏരിയയും. ഈ ഹൈ ഏരിയ എന്താ, ലോ ഏരിയ എന്താന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ PYQs മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ടും എക്സാമിന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ ഹൈ ഏരിയയിൽ പെട്ടൊരു പോർഷനാണ് ഇപ്പോൾ സയൻസ് വിഭാഗങ്ങൾ. റെയിൽവേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനത്തുള്ള ഏരിയാസ്. പിന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾ, സ്റ്റാറ്റിക് GKs, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഏരിയാസ് നമ്മളെ ഹൈ ഏരിയ. ഇതിന് നമ്മൾ കൃത്യമായിട്ടും കുട്ടികൾക്ക് ഒരു ടോപ്പിക്ക് പോലും വിടാതെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് കൊടുക്കാനുണ്ടായത്. ഈ പറഞ്ഞ ഫിസിക്സും ഹൈ ഏരിയ ടോപ്പിക് ഏരിയ ആയിട്ടുള്ള GK സെഷൻസ്. ഇനി ലോ ഏരിയ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അതായത് ഇപ്പം ഹിസ്റ്ററി, ജോഗ്രഫി, ഈ പറഞ്ഞ പൊളിറ്റി, എക്കണോമിക്സ്, ഇതൊന്നും അങ്ങനെ ഈ പറഞ്ഞ ഹിസ്റ്ററി പഠിക്കുക എന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ. ഈ ഹിസ്റ്ററിക്കകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റി, എക്കണോമിക്സ്, ഇങ്ങനെയൊക്കെയുള്ള പോർഷൻസിനകത്ത് തന്നെ റെയിൽവേ SSC മേഖലകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പൊളിറ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിയുടെ A to Z നിങ്ങൾ പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് PYQs നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്യാം. മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, പിന്നെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ്. ഇത്രയും ഏരിയാസ് ഒക്കെ ആയിരിക്കും മെജോറിറ്റി. ഞാൻ എല്ലാവരും നല്ല ചോദിക്കുന്നു പറയണ, പക്ഷേ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഈ ഏരിയസ് എന്നായിരിക്കും. പൊളിറ്റിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹിസ്റ്ററിക്കകത്ത് തന്നെ നമുക്ക് മോഡേൺ, മിഡീവൽ, അതുപോലെ തന്നെ ഏൻഷ്യൻ്റ്, ഇതിലേതാ ഏറ്റവും കൂടുതൽ ചോദിക്കുക അത് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സിലബസിനെ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. ഹാർഡ് വർക്കല്ല ഇവിടെ, സത്യം പറഞ്ഞാൽ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെയാണ് നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു 100% ഈ കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇങ്ങനത്തെ ഓപ്ഷൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇനി നമുക്ക് സിലബസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി വേറെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ CBAT എക്സാം, ഇത് നമ്മുടെ CBT 2 കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കെ, ഇനി വലുതായിട്ട് പറയേണ്ടതായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി എനിക്ക് ജനറലി പറയാനായിട്ടുള്ളത് നല്ലൊരു അവസരമാണ് ഈ പറഞ്ഞ RRBയുടെ ALP എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കലി പഠിച്ച ആൾക്കാർക്ക് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം നിങ്ങൾ ജനറലി നോക്കിയപ്പോൾ ഗ്രൂപ്പ് D ആണെങ്കിലും NTPC ആണെങ്കിലും ഇപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പരീക്ഷകളാണ്. പക്ഷേ ഇത് ടെക്നിക്കൽ സൈഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുന്ന ജോബ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റിയും അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദയവേത് ഈ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മിസ്സാക്കരുത്. ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു പരീക്ഷയാണ് ഈ പറഞ്ഞ ALP. എല്ലാ വർഷവും ALP വിളിക്കുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. 2024 ചെയർമാൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ ചെയർമാൻ പറഞ്ഞത്, റെയിൽവേയുടെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷങ്ങളിലും നമ്മൾ റെയിൽവേയുടെ പരീക്ഷ നടത്തുന്നു. പക്ഷേ നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുകയുണ്ടായില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതിങ്ങനെ വരുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ALP അതുപോലെ തന്നെ ഇഷ്ടംമാതിരി എക്സാംസ് രണ്ടാമത് വിളിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി അത് സത്യമാണെന്നുള്ളത്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഇനി NTPCയുടെ പരീക്ഷ നടക്കാറുണ്ട്, ALPയുടെ CBT 2 നടക്കാറുണ്ട്, ഗ്രൂപ്പ് D നടക്കാറുണ്ട്, അടുത്ത എക്സാംസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ ഫുൾ മോഡായിട്ട് അവർ പോകുന്നുണ്ട്. നമ്മളും
കൂടെ പോയി കഴിഞ്ഞാൽ ഈ വർഷം ഒരു കേന്ദ്ര സർക്കാർ ജോലിക്കാരനായിട്ട് ഈ വർഷം തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് ഈ വീഡിയോ ഈ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.